ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൊഗെയിൻവില്ല നന്നായിട്ട് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കുഞ്ഞ് ഫെർട്ടിലൈസറാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബൊഗെയിൻവില്ലയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ്, ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതുകൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട, നമുക്ക് എന്താണ് ടിപ്സും അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഏതാണെന്നൊക്കെ നോക്കാവേ. നമ്മുടെ ഈ ബൊഗെയിൻവില്ല എന്ന് പറയുന്ന പ്ലാന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭംഗിയല്ലേ കാണാൻ. എന്തോരം കളറിൽ കിട്ടാനുണ്ട്, ഡബിൾ കളർ ആയാലും സിംഗിൾ കളർ ആയാലും ഉണ്ട്. പിന്നെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങോട്ട് നശിച്ചു പോവില്ല, കുറച്ചധികം നേരം നിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല, വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടും. സീസൺ ടൈമിൽ കുറച്ച് കൂടുതലായിരിക്കും, അല്ലാത്ത ടൈമിൽ കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഏതൊരാൾക്കും വലിയ കെയറൊന്നും കൊടുക്കാതെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വലിയ കീടങ്ങളുടെ ശല്യം ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മറ്റ് ചെടികളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് കീടങ്ങളുടെ ശല്യം ഉണ്ടാവും, പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമേ. പിന്നെ ഈ ചെടിയിൽ നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇത് വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നന്നായിട്ട് വെയിൽ കിട്ടുന്നിടത്തായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒന്നും പറ്റില്ല. നല്ല രീതിയിൽ തന്നെ പുതിയ തളിർപ്പുകൾ വളരെ പെട്ടെന്നുണ്ടാവും. അതുപോലെ തന്നെ ചെടി നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുവേ. ശരിക്കും ഞാൻ ഈ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും പറ്റില്ല എന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഭയങ്കര മടിയാണ്, അയ്യോ ചെടി വെട്ടി കളയണമല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നന്നായിട്ട് ഹാർഡ് പ്രൂൺ ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. കാരണം പെട്ടെന്ന് പുതിയ തളിർപ്പുകൾ ഉണ്ടാവും കേട്ടോ. മറ്റ് ചെടികൾ പോലെ ഇത് നശിച്ചു പോകുന്നോ അല്ലെങ്കിൽ ഒരുവേ നേരം എടുക്കും പുതിയ തളിർപ്പുകൾ ഉണ്ടാവാൻ, പൂക്കൾ ഉണ്ടാവാൻ എന്നൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് തന്നെ ഇതിൽ പുതിയ തളിർപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിറയെ പൂക്കൾ കിട്ടുകയും ചെയ്യുവേ. പിന്നെ ഉണ്ടല്ലോ, പ്രൂൺ ചെയ്തതിന് ശേഷം, അതായത് ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ഏറ്റവും ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാവേ. അത് ശരിക്കും നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്യുക. അതിനുശേഷം ആ ചെടി അങ്ങനെ ഒരു 10 ദിവസമെങ്കിലും മിനിമം അങ്ങനെ അങ്ങ് വിട്ടേക്കാം കേട്ടോ. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനോ വളം കൊടുക്കാനോ ഒന്നിനും നിൽക്കേണ്ട, അങ്ങനെ തന്നെ വിടുക. അത്യാവശ്യം ചെടിക്ക് നല്ല സ്ട്രെസ്സായിട്ട് എന്താ പറയുക, വെള്ളം കിട്ടാതെ അതിപ്പം എന്താ പറയുക മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിലേക്ക് വരുമല്ലോ. ആ ഒരു സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടിപ്പാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ബൊഗെയിൻവില്ലയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറൂടെ കാണിച്ചു തരാമേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട് ഉപ്പുള്ള കഞ്ഞിവെള്ളം കൊടുത്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഉപ്പുള്ള കഞ്ഞിവെള്ളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ എൻ്റെ ചെടികൾക്ക് ഇതുവരെയും ഉപ്പുള്ള കഞ്ഞിവെള്ളം കൊടുത്തിട്ടില്ല. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം കൊടുക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടതെന്ന് പറയുന്നത് അലോവരയാണ് കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം അലോവരയും മാത്രം മതി ഈ ഒരു ഫെർട്ടിലൈസർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അലോവര മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുണ്ടാവും. എത്ര ചെടിയില്ലാത്ത വീടുകളാണെങ്കിലും ഒരു അലോവരയെങ്കിലും ഉണ്ടാവുമല്ലോ. കാരണം മുഖത്തും ഹെയറിലും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് സൗന്ദര്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചെടികൾക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. നമ്മുടെ റോസ് ആയാലും അതുപോലെ ഏത് ചെടികളായാലും ഇതിൽ ശരിക്കും കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ, ഇതുപോലൊരു വലിയ കഷ്ണം അലോവരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ അത്രയും വലിയൊരു പീസ് അലോവരയുടെ ലീഫ് എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആയാലും എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അലോവരയുടെ പീസ് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ വയ്ക്കാം. ഇത് ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം അതെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൽ ജെല്ല് മുഴുവൻ ആ കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. പക്ഷേ അതൊക്കെ കുറച്ച് മെനക്കെട്ട പണിയായതുകൊണ്ടും നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാവുന്ന വേറൊരു പണി എന്ന് പറയുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന്
അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും കഞ്ഞിവെള്ളത്തിലേക്ക്, അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് പറയാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഏകദേശം 1/2 ലിറ്ററോളം കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ദേ അടിച്ചെടുക്കുമ്പം ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഈ അലോവേരയുടെ ജെല്ലിട്ട് അടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങോട്ട് അടിഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ ആദ്യം അലോവേര നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം കഞ്ഞിവെള്ളം കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് അടിച്ചെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അലോവേരയും കഞ്ഞിവെള്ളവും ഒന്നിച്ച് ഒറ്റയടിക്കാൻ കടിക്കുമായിരുന്നു. കുറച്ച് എളുപ്പപ്പണി ചെയ്തതാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ കുറച്ച് മടി പിടിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. കുറച്ച് മെനക്കെട്ടാലും നമ്മുടെ ചെടിക്ക് വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പം ഇത് നമുക്ക് ഒരു ദിവസം അങ്ങനെ തന്നെ മൂടി വെക്കാം, പുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടും. അതേപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ടാവും ആ കഞ്ഞിവെള്ളമൊക്കെ. കണ്ടോ, ഇപ്പോൾ നല്ല രീതിയിലൊരു കൊഴുകൊഴുപ്പ് ഒരു ദ്രാവകമായിട്ട് മാറിയിട്ടുണ്ടാവും. ഓൾറെഡി കഞ്ഞിവെള്ളം കുറച്ച് കൊഴുകൊഴുത്തായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ അലോവേരയുടെ ജെല്ലും ആ ഒരു കൊഴുകൊഴുപ്പ് ഉള്ളതാണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വേണം ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അരിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഈ വെള്ളം എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു കൊഴുത്ത ദ്രാവകം പോലെ ആയിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ. ഇനിയിപ്പം ഞാനിത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 3 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കിട്ടിയിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് 1/2 ലിറ്ററോളം ഉണ്ട്. അപ്പം 1/2 ലിറ്ററിനാണ് ഞാൻ 3 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഡൈലൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വെറും പച്ചവെള്ളം പോലെ തന്നെ ഇരിക്കണം. അല്ലാതെ ആ ഒരു വഴുവഴുപ്പ് എന്തായാലും ഉണ്ടാവരുത്. അപ്പോൾ നന്നായിട്ട് ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പച്ചവെള്ളത്തിൻ്റെ രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളം കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ, കറക്റ്റായിട്ട് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കുറഞ്ഞു പോയി കഴിയുമ്പം ആ ഒരു വഴുവഴുപ്പ് വെള്ളത്തിലുണ്ടായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ആ മണ്ണിൻ്റെ മേൽവശത്ത് അതങ്ങനെ ഒരു പാട പോലെ ആയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരുപാട് കൊഴുത്ത കഞ്ഞിവെള്ളമല്ല, അത്യാവശ്യം ഒരു വെള്ളം പോലെ നിൽക്കുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് കുറച്ച് കൊഴുത്ത കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല പുളിപ്പിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കട്ടിയാവുന്ന തരത്തിലുള്ള കഞ്ഞിവെള്ളമുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്യണം. ഒരിക്കലും കട്ടിയുള്ള കഞ്ഞിവെള്ളം അങ്ങനെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പിന്നെ ഇത് മന്ത്ലി വൺസ് അല്ലെങ്കിൽ 20 ഡേയ്സ് വൺസ് എന്ന രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ. ഇത് 1-2 ഗ്ലാസ് വെച്ചിട്ട് കൊടുക്കാം. അതായത് ചട്ടിയുടെ വലുപ്പം ചെടിയുടെ വലുപ്പമൊക്കെ അനുസരിച്ച് കൊടുക്കാം. ഇച്ചിരി കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും നാച്ചുറലായിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആണല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഒരു കൈപ്പിടി അളവിന് നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാവേ. പിന്നെ അതുപോലെ തന്നെ NPK കൊടുക്കാം, 19-19-19 എന്നുള്ളത്. അതൊരു 2 ഗ്രാം 1 ലിറ്റർ വാട്ടറിൽ നന്നായിട്ട് ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ ആണല്ലോ ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.